ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെസിഡ്യൂ തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻസിനെ കുറിച്ചാണ്. ആപ്ലിക്കേഷൻസ് ഓഫ് റെസിഡ്യൂ തിയറം. ഓക്കെ, മെയിൻലി നമുക്ക് 4 ആപ്ലിക്കേഷൻസാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിലൊന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് evaluation of real definite integral. ഓക്കെ, അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് സൈൻ തീറ്റ കോസ് തീറ്റ എന്നുള്ള ഫോർമുലയിലായിരിക്കും. അതായത് നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൈൻ തീറ്റ കോസ് തീറ്റൻ്റെ ടേംസിലാണ് നമുക്ക് തന്നതെങ്കിൽ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന മെത്തേഡാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഈ എന്താ പറയുക, സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻ്റഗ്രേഷനെ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്ന കോണ്ടൂർ എന്ന് പറയുന്നത്, അതായത് ഈ ടൈപ്പ് പ്രോബ്ലമാണ് നമുക്ക് വരുന്നതെങ്കിൽ നമ്മൾ അവിടെ എടുക്കുന്ന കോണ്ടൂർ എന്ന് പറയുന്നത് ഒരു സർക്കിളായിട്ടുള്ളൊരു കോണ്ടൂർ ആയിരിക്കണം. അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഈക്വൽ ടു 1 എന്നും ആയിരിക്കണം. അപ്പോൾ റേഡിയസ് 1 വരുന്ന ഒരു സർക്കുലർ കോണ്ടൂറാണ് നമുക്ക് ഇതിൻ്റെ കേസിൽ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. ലൈക്ക് ദിസ് വൺ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇത് റിയൽ ആക്സിസ്, ഇത് ഇമാജിനറി ആക്സിസ്. ഇവിടെയാണ് നമുക്ക് 1 എന്ന് പറയുന്ന പോയിൻ്റ്, ഇവിടെ -1, ഇവിടെ I, ഇവിടെ -I. അപ്പോൾ ഈ 1 റേഡിയസ് വരുന്ന ഒരു സർക്കിളാണ് നമ്മളിവിടെ എന്ത് ചെയ്യേണ്ടത്, കൺസിഡർ ചെയ്യുന്നത്. അതായത് യൂണിറ്റ് റേഡിയസ് വരുന്ന ഒരു കോണ്ടൂർ. എങ്ങനെയാണെങ്കിൽ നമുക്ക് സെഡ് സീക്വൽ ടു, എങ്ങനെയാണ് നമ്മൾ സെഡിൻ്റെ വാല്യൂ നമ്മൾ എഴുതിയിരുന്നത്, സെഡ് സീക്വൽ ടു R ഇൻറ്റു ഇ റേസ് ടു I തീറ്റ എന്നതായിരുന്നു. ഇവിടെ R സീക്വൽ ടു 1 ആണ്. സോ സെഡ് ക്യാൻ ബി റീപ്ലേസ്ഡ് ആസ് ഇ റേസ് ടു I തീറ്റ. ഓക്കെ, ഇ റേസ് ടു I തീറ്റ എന്നുള്ള ഫോർമുല നമുക്ക് എന്ത് ചെയ്യാം, എഴുതാൻ പറ്റും. ഇനി സൈൻ തീറ്റ സീക്വൽ ടു, സൈൻ തീറ്റ നമുക്ക് എക്സ്പോണൻഷ്യലിൻ്റെ ടേംസിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഇ റേസ് ടു I തീറ്റ മൈനസ് ഇ റേസ് ടു -I തീറ്റ ഡിവൈഡഡ് ബൈ 2I എന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുതുക. സൈൻ തീറ്റ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു I തീറ്റ, ദാറ്റ് ഈസ് ഈക്വൽ ടു സെഡ് മൈനസ് 1 ഡിവൈഡ് ഇ റേസ് ടു -I തീറ്റ, ദാറ്റ് ഈസ് 1 ബൈ സെഡ് ഡിവൈഡഡ് ബൈ 2I. ഓക്കെ, അപ്പോൾ നമുക്ക് സൈൻ തീറ്റനെ നമുക്ക് സെഡ് മൈനസ് 1 ഡിവൈഡ് ബൈ സെഡ് ഡിവൈഡ് ബൈ 2I എന്നുള്ള രീതിയിൽ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു സെഡ് മൈനസ് 1 ഡിവൈഡ് ബൈ 2I സെഡ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മാറ്റി എഴുതാൻ പറ്റും. അപ്പോൾ സൈൻ തീറ്റ ക്യാൻ ബി റീപ്ലേസ്ഡ് ആസ് സെഡ് മൈനസ് 1 ഡിവൈഡ് ബൈ 2I സെഡ്. ഓക്കെ, സോറി, ഇവിടെ സെഡ് സ്ക്വയർ, കാരണം ത്രൂ ഔട്ട് സെഡ് സ്ക്വയർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ സെഡ് സ്ക്വയർ എന്നുള്ള ടേം ആയിരിക്കും വരിക. അപ്പോൾ സെഡ് സ്ക്വയർ -1 ഡിവൈഡഡ് ബൈ 2I സെഡ് എന്നുള്ള ഫോർമുലയിലേക്കായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ കിട്ടുന്നത്. നൗ കോസ് തീറ്റ സീക്വൽ ടു, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കോസ് തീറ്റ, അല്ലെങ്കിൽ കോസ് തീറ്റ നമുക്ക് എങ്ങനെ എക്സ്പോണൻഷ്യൽ ടേംസിൽ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും, ഇ റേസ് ടു I തീറ്റ പ്ലസ് ഇ റേസ് ടു -I തീറ്റ ഡിവൈഡഡ് ബൈ 2. ഇ റേസ് ടു I തീറ്റ എന്ന് പറഞ്ഞാൽ സെഡ് പ്ലസ് ഇ റേസ് ടു -I തീറ്റ എന്ന് പറഞ്ഞാൽ 1 ബൈ സെഡ് ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡ് ബൈ 2 സെഡ് എന്നുള്ള രീതിയിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, എഫ് ഓഫ് സൈൻ തീറ്റ കോസ് തീറ്റ എന്നുള്ള ടേമിലാണ് നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ. എഫ് ഓഫ് സൈൻ തീറ്റ കോസ് തീറ്റ എന്നുള്ള ടേമിലായിരിക്കും. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, എഫ് ഓഫ് സെഡിൻ്റെ ടേംസിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. കൺവേർട്ട് ചെയ്തതിന് ശേഷം യൂണിറ്റ് സർക്കുലർ കോണ്ടൂർ നമ്മൾ കൺസിഡർ ചെയ്ത്, സി എന്ന് പറയുന്നത് ഇവിടെ സർക്കിളാണ്, ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 1 ആണ്. ഈ ഒരു കോണ്ടൂർ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന ടെക്നിക്ക്.
അപ്പോൾ തന്നിട്ടുള്ള ഫംഗ്ഷൻ അല്ലെങ്കിൽ നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യാനുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൈൻ തീച്ചിൻ്റെയും കോസ് തീച്ചിൻ്റെയും ടേംസിലാണെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് ദാറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു സെഡ്. സെഡിൻ്റെ ടേംസിലേക്ക് അത് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഷോ ദാറ്റ് ഇൻ്റഗ്രൽ 0 to 2 pi cos 2 theta divided by 1 minus 2 cos theta plus a square d theta എന്ന് പറയുന്നത് 2 pi a square divided by 1 minus a square എന്ന് നമുക്ക് സോൾവ് ചെയ്യാനാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ള കണ്ടീഷൻ എന്നുള്ളത് എ സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെസ് ദാൻ 1. എ സ്ക്വയറിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ എ വിൽ ബി ലെസ് ദാൻ 1 എന്നതായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഫംഗ്ഷൻ നമുക്ക് ഏതിൻ്റെ ഇൻ്റഗ്രലാണ് കാണേണ്ടത്? 0 to 2 pi cos 2 theta divided by 1 minus 2a cos theta plus a square into d theta. അപ്പോൾ കോസ് തീറ്റനെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം? ദറ്റ് ഈസ് സെഡ് പ്ലസ് 1 ബൈ സെഡ് ഡിവൈഡ് ബൈ 2 എന്നുള്ള ഫോർമുല നമുക്ക് കൺവേർട്ട് ചെയ്യാം. കോസ് 2 തീറ്റനെ നമുക്ക് എങ്ങനെ ചെയ്യാം? കോസ് 2 തീറ്റ ഈക്വൽ ടു സെഡ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡ് ബൈ സെഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. കാരണം കോസ് 2 തീറ്റ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇ റേസ് ടു 2i തീറ്റ പ്ലസ് ഇ റേസ് ടു മൈനസ് 2i തീറ്റ ഡിവൈഡ് ബൈ 2. ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറയുന്നത് സെഡാണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയറായിട്ട് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ കോസ് 2 തീറ്റയ്ക്ക് പകരം ഈ വാല്യൂ കോസ് തീറ്റയ്ക്ക് പകരം ഈ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് ഇൻ്റഗ്രൽ 0 to 2 pi സെഡ് സ്ക്വയർ പ്ലസ് 1 ബൈ സെഡ് സ്ക്വയർ ഡിവൈഡ് ബൈ 2. കോസ് 2 തീറ്റയ്ക്ക് പകരം നമ്മൾ കൺവേർട്ട് ചെയ്തു 1 മൈനസ് 2a. പിന്നെ വരുന്നത് കോസ് തീറ്റയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ 2 ഇൻറ്റു സെഡ് പ്ലസ് 1 ബൈ സെഡ് പ്ലസ് എ സ്ക്വയർ. പിന്നെ ഡി തീറ്റ വരുന്നുണ്ട്. ഡി തീറ്റ നമുക്ക് എങ്ങനെ എഴുതാം? സെഡ് ഈക്വൽ ടു ഇ റേസ് ടു ഐ തീറ്റ എന്നതാണ്. ഇയർ ആർ ഇസ് ഈക്വൽ ടു 1. നമ്മൾ യൂണിറ്റ് കോണ്ടൂറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഡി സെഡ് ഈക്വൽ ടു ഐ ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ ഡി തീറ്റ. ഫ്രം ദിസ് ഡി സെഡ് ഡിവൈഡഡ് ബൈ ഐ ഇ റേസ് ടു ഐ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു സെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി തീറ്റ. അപ്പോൾ ഡി തീറ്റ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻറ്റു ഡി സെഡ് ഡിവൈഡ് ബൈ ഐ സെഡ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫോമുലേക്ക് നമുക്ക് ഇവിടെ എന്ത് ചെയ്തു വന്നു. ഇനി ഇത് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഒരു 2 വരുന്നുണ്ട്, ഇവിടെ ഒരു 2 വരുന്നുണ്ട്, ക്യാൻസൽ ചെയ്ത് പോവാം. ഇവിടെ LCM എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ സെഡ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ സെഡ് എന്ന് വരും. അത് ത്രൂ ഔട്ട് നമുക്കിവിടെ എടുക്കാം. അപ്പോൾ സെഡ് സ്ക്വയർ മൈനസ് സെഡ് മൈനസ് ഇവിടെ സെഡ് സ്ക്വയർ പ്ലസ് എ ഇൻറ്റു സെഡ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് എ സ്ക്വയർ സെഡ് ഓൾ ഡിവൈഡ് ബൈ സെഡ് എന്നുള്ള ഫോമുലേക്ക് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫോർമുല എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. അതായത് ത്രൂ ഔട്ട് നമ്മൾ സെഡ് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ സെഡ് വരും. ഇവിടെ എ ഇൻറ്റു ഇവിടെ നമുക്ക് LCM എടുക്കേണ്ടി വരും. സെഡ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് എ സ്ക്വയർ സെഡ് ഓൾ ഡിവൈഡ് ബൈ സെഡ്. ഓക്കെ, അതുപോലെ ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്. സെഡ് റേസ് ടു 4 പ്ലസ് 1 ഡിവൈഡ് ബൈ സെഡ് സ്ക്വയർ എന്നതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡ് ബൈ സെഡ് സ്ക്വയർ എന്ന് വരും. പിന്നെ വരുന്നത് ഇവിടെ ഒരു സെഡ് വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഡി സെഡ് വരുന്നുണ്ട്. മൈനസ് ഐ നമുക്കിവിടെ പുറത്തേക്ക് എടുക്കാം. അതുപോലെ നമുക്കിവിടെ മൈനസ് ഐ പുറത്തേക്ക് എടുത്തു. ഈ 2 നമുക്ക് പുറത്തേക്ക് എടുത്തു. പിന്നെ ഇവിടെ ഒരു സെഡ് വരുന്നുണ്ട്. ഓക്കെ, ഇനി ഈ സെഡും നമ്മൾ ക്യാൻസൽ ചെയ്തു. ഐ നമ്മൾ പുറത്തേക്ക് എടുത്തു. പക്ഷേ നമ്മൾ ന്യൂമറേച്ചറിലാക്കിയിട്ടാണ് എഴുതുന്നത്. ഇവിടെ ഡിനോമിനേച്ചറിലാണ് ഐ. നമ്മൾ ന്യൂമറേച്ചറിലാക്കുമ്പോൾ മൈനസ് ഐ ആയിട്ട് വരും. ഇനി ഇവിടെ നോക്കുക, ഈ സെഡ് സ്ക്വയർ നമ്മൾ ഈ ടേമിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ സെഡ് സ്ക്വയർ പ്ലസ് 1 ഓൾ ഡിവൈഡഡ് ബൈ സെഡ് സ്ക്വയർ ഇൻറ്റു ഈ ടേം ഇൻറ്റു ഡി സെഡ് എന്നതായിരിക്കും വരിക. ഓക്കെ, അതായത് ഈ സെഡ് സ്ക്വയർ എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമ്മൾ നേരെ ഡിനോമിനേറ്ററിലേക്ക് എടുത്ത് എഴുതി. ബാക്കിയൊക്കെ അതേപോലെ നമ്മൾ എഴുതുന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് ഒന്ന് റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാണ്. റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ സെഡ് സ്ക്വയർ ഉണ്ട്. ഇവിടെ സെഡ് മൈനസ് എ ഇൻറ്റു 1 മൈനസ് സെഡ് എന്നുള്ള ഫോമിലേക്ക് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? മാറ്റാൻ പറ്റും. അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ ഈ ഒരു ടേം നോക്കാം. സെഡ് മൈനസ് എ സെഡ് സ്ക്വയർ
മൈനസ് എ പ്ലസ് എ സ്ക്വയർ സെഡ് എന്നതാണ് ഇവിടെ എഴുതുന്നത്. സെഡ് മൈനസ് എ സെഡ് സ്ക്വയർ മൈനസ് എ പ്ലസ് എ സ്ക്വയർ സെഡ് എന്ന് എഴുതാം. ഇനി ഇവിടെ നോക്കാം, സെഡ് മൈനസ് എ നമ്മൾ കോമൺ ആക്കി പുറത്തേക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യും, ഓക്കെ, ഇവിടെ സെഡ് മൈനസ് എ കോമൺ ആക്കി എടുത്തു. അതുപോലെ ഇവിടെ വരുന്നത് മൈനസ് എ സെഡ് സ്ക്വയർ വരുന്നുണ്ട്, മൈനസ് എ സ്ക്വയർ സെഡും വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ടേമിൽ ഞാൻ എന്ത് ചെയ്തു, സെഡ് മൈനസ് എ എന്നുള്ള ടേം പുറത്തേക്ക് എടുത്താൽ വി ഗെറ്റ്, ഇവിടെ ഇനി രണ്ട് ടേം കൂടെ ഉള്ളൂ. അപ്പോൾ പ്ലസ് എ സ്ക്വയർ സെഡ് മൈനസ് എ സെഡ് സ്ക്വയർ, ഈ ടേം ആദ്യം എഴുതി, ഇത് എഴുതി. ഓക്കെ, സെഡ് മൈനസ് എ പ്ലസ് ഇവിടെ നോക്കാം, ഇതിൽ നിന്ന് നമ്മൾ സെഡ് മൈനസ് എ കോമൺ ആക്കി പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എടുത്ത് എഴുതാം, സെഡ് മൈനസ് എ പുറത്തേക്ക് എടുത്താൽ ഇവിടെ എ സ്ക്വയർ വരുന്നുണ്ട്, ഇവിടെ സെഡ് മൈനസ് എ നമ്മൾ ഇതിൽ നിന്ന് കോമൺ ആക്കി പുറത്തേക്ക് എടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് 1 മൈനസ് എ സെഡ് എന്നുള്ള ഫോർമുലയായിരിക്കും നമുക്ക് വരാം, 1 മൈനസ് എ സെഡ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ ചെയ്യാം. ഈ രണ്ട് ടേമിൽ നിന്ന് നമ്മൾ സെഡ് മൈനസ് എ കോമൺ ആക്കി പുറത്തേക്ക് എടുത്താൽ നമുക്കിവിടെ എന്ത് ചെയ്താം, 1 മൈനസ് സെഡ് സ്ക്വയർ എന്ന് എഴുതാം, 1 മൈനസ് സെഡ്. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ഒന്നുകൂടി നമുക്ക് എടുത്ത് എഴുതാം. അതായത് സെഡ് മൈനസ് എ സെഡ് സ്ക്വയർ മൈനസ് എ പ്ലസ് എ സ്ക്വയർ സെഡ് എന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഈ രണ്ട് ടേമിൽ നിന്ന് സെഡ് കോമൺ ആക്കി പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ സെഡ് കോമൺ ആക്കി പുറത്തേക്ക് എടുക്കുമ്പോൾ 1 മൈനസ് എ സെഡ് എന്നുള്ള ടേം വരും. അടുത്ത ടേമിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യണേ, എ എന്നുള്ള ടേം കൂടി ഞാൻ പുറത്തേക്ക് എടുക്കണേ, ദാറ്റ് ഈസ് മൈനസ് എ. അപ്പോൾ മൈനസ് എ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇതിൽ നിന്ന് മൈനസ് എ പുറത്തേക്ക് എടുക്കുമ്പോൾ 1, പിന്നെ വരുന്നത് ഇവിടെ പ്ലസ് ആണ്, പക്ഷേ ഇവിടെയും അപ്പോൾ നമുക്ക് ഇവിടെ പ്ലസ് വരണം. പ്ലസ് വരാൻ വേണ്ടി ഇവിടെ എന്ത് ചെയ്യുക, മൈനസ് മൈനസ് പ്ലസ് വരും, പിന്നെ എ സെഡ് എന്നുള്ള ടേം വരും. രണ്ട് ടേമിലും 1 മൈനസ് എ സെഡ് എന്നുള്ള ടേം വരുന്നുണ്ട്. ആ ടേം നമ്മൾ പുറത്തേക്ക് എടുത്താൽ സെഡ് മൈനസ് എ ഈ ഫോമിലേക്ക് നമുക്ക് എന്ത് ചെയ്യും, എത്തും. അപ്പോൾ ആ രീതിയിൽ നമ്മളിവിടെ എഴുതി. ഇനി നമുക്ക് ഇവിടെ കിട്ടുന്ന, അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്തു, സെഡിലേക്ക് നമ്മൾ മാറ്റി. തീറ്റേനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് സെഡിലേക്ക് നമ്മൾ മാറ്റി. ദെൻ നമുക്കിനി കാണാനുള്ളത് എന്താണ്, ഇതിൻ്റെ സിംഗുലാർ പോയിൻറ്റ്സ് ആണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ 3 പോയിൻറ്റ്സാണ് നമുക്ക് കിട്ടുക. സെഡ് 0 സീക്വൽ ടു 0, സെഡ് സീക്വൽ ടു എ, ദെൻ 1 മൈനസ് എ സെഡ് സീക്വൽ ടു 0 ഫ്രം ദിസ് സെഡ് 0 സീക്വൽ ടു 1/a എന്നുള്ള റിലേഷനായിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന കോണ്ടൂർ എന്ന് പറയുന്നത് യൂണിറ്റ് റേഡിയസിൽ വരുന്ന ഒരു കോണ്ടൂറാണ്, ഐ മൈനസ് ഐ പ്ലസ് ഐ. ഓക്കെ, അപ്പോൾ 0 എന്ന് പറയുന്നത് ഇൻസൈഡാണ്. എ എന്ന് പറയുന്നത് എ സ്ക്വയർ ലെസ് ദാൻ 1 ആണെങ്കിൽ എ ഷുഡ് ബി ലെസ് ദാൻ 1 എന്നതായിരിക്കും. അപ്പോൾ എ എന്ന് പറയുന്നതും ഇതിൻ്റെ ഇൻസൈഡിൽ വരുന്ന ഒരു പോയിൻ്റ് ആയിരിക്കും. 1/a, എ സ്ക്വയർ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണെങ്കിൽ 1/a എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും, ഗ്രേറ്റർ ദാൻ 1 എന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും, ഔട്ട്സൈഡിലായിരിക്കും നമുക്ക് വരിക. സോ നമുക്ക് എന്ത് ചെയ്യേണ്ട, ഈ രണ്ട് പോയിൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിഡ്യൂ കണ്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നമുക്ക് എഴുതാം. കാരണം റെസിഡ്യൂ തിയറി പ്രകാരം എന്താണ്, ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 2πi ഇൻറ്റു സം ഓഫ് ഓൾ റെസിഡ്യൂസ് വിത്തിൻ സി എന്നതാണ്. സി മീൻസ് കോണ്ടൂർ. അപ്പോൾ കോണ്ടൂറിൻ്റെ അകത്ത് വരുന്ന എല്ലാ സിംഗുലാർ പോയിൻറ്റ്സിൻ്റെയും റെസിഡ്യൂവിൻ്റെ സമ്മേഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ 0യും എയും ഇൻസൈഡിലാണ്, 1/a എന്ന് പറഞ്ഞത് ഔട്ട്സൈഡിലാണ്. സോ നമുക്ക് ഈ രണ്ട് പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, റെസിഡ്യൂ പോയിൻറ്റ്സ് നമുക്ക് കണ്ടെത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അത് രണ്ടിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കാണണം. അപ്പോൾ ഫസ്റ്റ് സെഡ് 0 സീക്വൽ ടു 0ന് കറസ്പോണ്ടിങ് ആയിട്ട്, അപ്പോൾ സെഡ് സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ പോൾ ഓഫ് ഓർഡർ 2 ആണ് വരുന്നത്. 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് 1/m-1 ഫാക്ടോറിയൽ ലിമിറ്റ് സെഡ് സീക്വൽ ടു z0 d m-1 ഡിവൈഡ് ബൈ d z m-1
സെഡ് മൈനസ് സെഡ് സീറോ ഓൾ റെസ് ടു എം ഇൻറ്റു എഫ് ഓഫ് സെഡ് എന്നതാണ്. അപ്പോൾ ഇയർ എം ഇസ് ഈക്വൽ ടു 2. അപ്പോൾ എന്ത് വരും? ഇവിടെ 1 ഡിവൈഡ് ബൈ 1 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് 1 ലിമിറ്റ് സെഡ് ടെൻഡ്സ് ടു സെഡ് സീറോ ദാറ്റ് ഈസ് 0. ഇവിടെ 0 ആയിരിക്കും. പിന്നെ വരുന്നത് നമ്മുടെ ഫംഗ്ഷൻ എന്താണ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ -i/2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്തേക്ക് എടുത്തു. ഡെറിവേറ്റീവ് വരുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയിരിക്കും d/dz ഓഫ് സെഡ് സ്ക്വയർ. അതിനോട്ട് സെഡ് 0 ആയതുകൊണ്ട് സെഡ് സ്ക്വയർ ഇൻറ്റു സെഡ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡ് ബൈ സെഡ് സ്ക്വയർ ഇൻറ്റു സെഡ് മൈനസ് എ ഇൻറ്റു 1 മൈനസ് സെഡ്. ഈ സെഡ് സ്ക്വയറും ക്യാൻസൽ ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഡിഫറൻഷ്യൽ കാണണം. സോ നമുക്ക് കോഷ്യൻ റൂളാണ് വെച്ചിട്ടാണ് നമുക്ക് കാണുന്നത്. കോഷ്യൻ റൂൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിനോമിനേറ്ററിൽ ഇതിൻ്റെ സ്ക്വയർ എഴുതി ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ 2 ടേംസ് വരുന്നുണ്ട്. സോ വീണ്ടും പ്രോഡക്റ്റ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്യണം. സോ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് സെഡ് 0. സെഡിന് നമ്മൾ 0 എന്നുള്ള വാല്യൂ കൊടുക്കണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ 0 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ -a വരും. ഇവിടെ 1 മൈനസ് എ സെഡ് 1 വരും. ഇവിടെ 4 സെഡ് ക്യൂബ്. അപ്പോൾ സെഡ് കോമൺ ആയിട്ട് പ്രോഡക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്. സോ കംപ്ലീറ്റ് ടേം എന്ത് ചെയ്യും? ഇതിലേക്ക് 0 ആയിട്ട് പോകും. ഇവിടെ 1 വരും. ഇവിടെ -a ഇവിടെ -a. അപ്പോൾ +a സ്ക്വയർ 1. അപ്പോൾ -1 + a സ്ക്വയർ എന്ന് വരും ഡിവൈഡഡ് ബൈ -a ഹോൾ സ്ക്വയർ. അപ്പോൾ a സ്ക്വയർ. അപ്പോൾ -i/2 മൈനസ് ഇൻറ്റു 1 + a സ്ക്വയർ ഡിവൈഡ് ബൈ a സ്ക്വയർ എന്നതായിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ മൈനസും ഉണ്ട്. അപ്പോൾ i/2 ഇൻറ്റു 1 + a സ്ക്വയർ ഡിവൈഡ് ബൈ a സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. ഇനി അടുത്തത് എന്താണ്? സെഡ് ഇസ് ഈക്വൽ ടു a. അതും ഇൻസൈഡിലാണ്. അപ്പോൾ സെഡ് ഇസ് ഈക്വൽ ടു a എന്ന് പറയുന്നത് ഒരു സിമ്പിൾ പോളാണ്. അപ്പോൾ സിമ്പിൾ പോളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിഡ്യൂ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ദാറ്റ് ഈസ് എന്തായിരുന്നു? ലിമിറ്റ് സെഡ് ടെൻഡ്സ് ടു സെഡ് 0 സെഡ് മൈനസ് എ സെഡ് 0 ഇൻറ്റു എഫ് ഓഫ് സെഡ്. ഇതാണ് നമ്മുടെ റിസൾട്ട്. അപ്പോൾ ലിമിറ്റ് സെഡ് ടെൻഡ്സ് ടു എ, ഫംഗ്ഷൻ കൊടുത്തു -i/2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്തേക്ക് എടുക്കാം. സെഡ് മൈനസ് എ ഇൻറ്റു സെഡ് 0ക്ക് പകരം എ കൊടുത്തു. എഫ് ഓഫ് സെഡ് ഇയർ സെഡ് മൈനസ് എ ഇൻറ്റു സെഡ് ഡിനോമിനേറ്ററിലും വരുന്നുണ്ട് ന്യൂമറേറ്ററിലും വരുന്നുണ്ട്, ക്യാൻസൽ ചെയ്ത് പോയി. സോ വി ഗെറ്റ് ലിമിറ്റ് സെഡ് ടെൻഡ്സ് ടു എ -i/2 സെഡ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ സെഡ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് സെഡ്. ദെൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് -i/2 a⁴ + 1 ഡിവൈഡ് ബൈ a സ്ക്വയർ ഇൻറ്റു 1 മൈനസ് a സ്ക്വയർ എന്നതായിരിക്കും കിട്ടുക. സോ ഇതാണ് നമുക്ക് സെഡ് ഇസ് ഈക്വൽ ടു എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിഡ്യൂ. ഇനി മൂന്നാമത്തെ സിംഗുലാർ പോയിൻറ്റിൽ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കാണേണ്ട ആവശ്യമില്ല, കാരണം അത് ഔട്ട്സൈഡാണ്. സോ നമുക്ക് റെസിഡ്യൂ തിയറം നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ റെസിഡ്യൂ തിയറം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ 0 to 2π cos 2θ ഡിവൈഡ് ബൈ 1 മൈനസ് 2a cos θ പ്ലസ് a സ്ക്വയർ ഇൻറ്റു dθ ദാറ്റ് ഈസ് ഈക്വൽ ടു 2πi ഇൻറ്റു സം ഓഫ് ഓൾ റെസിഡ്യൂ. 2 റെസിഡ്യൂ ആണ്, രണ്ടിൻ്റെയും സമ്മേഷൻ നമ്മൾ എഴുതി. ദെൻ i/2 നമുക്ക് പുറത്തേക്ക് എടുക്കാം, a സ്ക്വയർ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ i/2 a സ്ക്വയർ പുറത്തേക്ക് എടുക്കുന്നത് 1 + a സ്ക്വയർ മൈനസ് a⁴ + 1 ഡിവൈഡ് ബൈ 1 മൈനസ് a സ്ക്വയർ. ദെൻ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 1 മൈനസ് a സ്ക്വയർ ഇൻറ്റു 1 + a സ്ക്വയർ, അതായത് ഈ രീതിയിലായിരിക്കും നമുക്ക് കിട്ടാം. ഇവിടെ 2ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്തു, y-യും ക്യാൻസൽ ചെയ്തു, -1 വരും. അപ്പോൾ -π/a സ്ക്വയർ ഇൻറ്റു 1 + a സ്ക്വയർ ഇൻറ്റു 1 മൈനസ് a സ്ക്വയർ മൈനസ് a സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് a സ്ക്വയർ. ഇവിടെ a + b ഇൻറ്റു a - b ആ ഒരു ഫോർമുലയാണ്. ദെൻ അപ്പോൾ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2πa സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് a സ്ക്വയർ എന്നുള്ള ഒരു വാല്യൂ നമുക്കിവിടെ എന്ത് ചെയ്യും? കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് ഏകദേശം -2a⁴ എന്ന് വരും. -2a⁴. കാരണം ഇവിടെ 1 + a സ്ക്വയർ ഇൻറ്റു 1 മൈനസ് a സ്ക്വയർ 1 മൈനസ് a⁴ എന്നാണ് വരിക.
ഈ വണ്ണും ഈ വണ്ണും ക്യാൻസൽ ചെയ്ത് പോയി. ഇവിടെ -a⁴ ഉണ്ട്, ഇവിടെ -a⁴ ഉണ്ട്. ഇത് രണ്ടും -2a⁴ വരും. ഓക്കെ, ദെൻ ഇവിടെ 4 വരുന്നുണ്ട്, ഇവിടെ സ്ക്വയർ വരുന്നുണ്ട്, ക്യാൻസൽ ചെയ്ത് പോവും. ഈ 2 ക്യാൻസൽ ചെയ്ത് ഇവിടെ a² വരും. ഈ 2 വന്നു, മൈനസ് ഇവിടെ ഉണ്ട്, മൈനസും പോസിറ്റീവ് ആവും. 2πa² ഡിവൈഡ് ബൈ 1 - a². ഇതാണ് നമ്മളെ റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇൻ്റഗ്രൽ അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കോസ് ടീച്ചറിൻ്റെയോ സൈൻ ടീച്ചറിൻ്റെയോ ടേംസിലാണ് നമുക്ക് ഒരു പ്രോബ്ലം നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ആ തീറ്റനെ സെഡിൻ്റെ ടേംസിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കോണ്ടൂർ എന്ന് പറയുന്നത്, കോണ്ടൂർ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായിരിക്കണം, ഒരു യൂണിറ്റ് റേഡിയസ് ഉള്ള ഒരു സർക്കിളായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ കോണ്ടൂർ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനുള്ള കാരണം നമ്മൾ മൂന്നാമത്തെ സിംഗുലർ പോയിൻ്റ് 1/a എന്നുള്ള ടേം നമ്മൾ എടുത്തിട്ടില്ല, കാരണം അത് ഔട്ട്സൈഡ് ഓഫ് ദ കോണ്ടൂർ ആയതുകൊണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതും കൂടി നമ്മൾ ആ ഒരു കൺസിഡറേഷൻ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ, കോണ്ടൂറിൻ്റെ ഒരു കൺസിഡറേഷൻ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇതും കൂടി നമുക്ക് ഉൾപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രോബ്ലം നമുക്ക് ആൻസർ കിട്ടാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും, അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ളൊരു ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടാം. അപ്പോൾ അത് പാടില്ല. നമ്മൾ എടുക്കുന്ന കോണ്ടൂർ എന്ന് പറയുന്നത് ഇവിടുത്തെ കേസിൽ യൂണിറ്റ് റേഡിയസ് വരുന്ന ഒരു സർക്കിളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മൾ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.